റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനമാവട്ടെ, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹാപ്പിനെസ് ആവട്ടെ, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫാമിലി ലൈഫ് ആവട്ടെ, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം, നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തിയുടെ ഫലമാണ്. നിങ്ങളുടെ പ്രവൃത്തി മൂലം ഉണ്ടായതാണ്. ഒരിക്കലും അത് മറ്റൊരാളുടെ, എൻ്റെ ഭാര്യ അങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ ടീച്ചർ ഇങ്ങനെ ആയതുകൊണ്ട്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്, അച്ഛനമ്മയെ മോശമായതുകൊണ്ട്, മാർക്കറ്റ് പ്രശ്നമായതുകൊണ്ട്, കൂട്ടുകാർ പറ്റിച്ചതുകൊണ്ട്, പാർട്ട്ണർ പറ്റിച്ചതുകൊണ്ട്, മാർക്കറ്റ് ശരിയല്ലാത്തതുകൊണ്ട്, കൊറോണ വന്നതുകൊണ്ട്, കോവിഡ് വന്നതുകൊണ്ട് അല്ല. So if you really want to become a 1% club, take the responsibility. എൻ്റെ ലൈഫിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒരേ ഒരു ഉത്തരവാദിയുള്ളൂ, അത് ഞാൻ തന്നെയാണ്. എൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട്, ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട്, എൻ്റെ മണ്ടത്തരം കൊണ്ട്, എൻ്റെ കഴിവില്ലായ്മ കൊണ്ട്, ഞാൻ പഠിക്കാത്തത് കൊണ്ട്, ഞാൻ ഒരാളെ വെറുതെ അന്ധമായി വിശ്വസിച്ചത് കൊണ്ട്, ഇതുകൊണ്ടല്ലേ അയാൾ പറ്റിച്ചത്. യോഗ്യതയില്ലാത്ത ആളെ, പറ്റിക്കാൻ സാധ്യതയില്ലാത്ത ആളെ കൺട്രോൾ ചെയ്യാൻ ഒരു മെക്കാനിസം ബിൽഡ് ചെയ്യാതെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് പറയുന്നു അവൻ പറ്റിച്ചുകൊണ്ട് ഞാൻ തോറ്റു. അല്ല, യോഗ്യതയില്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന് കൃത്യമായി പഠിക്കാതെ, കൺട്രോൾ ചെയ്യാൻ ഒരു മെക്കാനിസം ഇല്ലാതെ അവൻ എന്തായി വിശ്വസിച്ചു, അവൻ അടിച്ചുകൊണ്ട് പോയി. അതിൽ അവൻ്റെ അല്ല പ്രശ്നം, നിങ്ങളുടെയാണ് പ്രശ്നം. ദിസ് ഇസ് ദ നമ്പർ 1 സ്ട്രാറ്റജി എവറിബഡി ഹാസ് ടു ഫോളോ. അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ലൈഫിൽ കിട്ടിയതെല്ലാം, ഇതുവരെ കിട്ടിയത് നല്ലതും ചീത്തയും എല്ലാം നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. T.R. Ekkerന്റെ മില്ലിയനെയർ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. T.R. Eker അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഇഫ് യു റിയലി വാണ്ട് ടു ബിക്കം എ മില്യനെയർ, ആദ്യം ചെയ്യേണ്ട കാര്യം തരോ, നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയുടെയും, നിങ്ങളുടെ ഫൈനാൻസിന്റെയും, നിങ്ങളുടെ കടത്തിന്റെ എല്ലാം ഉത്തരവാദി നിങ്ങളാണെന്ന് എഴുതി വെക്കണം. ഐ ആം ദ റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഹാപ്പൻ ടു മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്, ഞാനല്ലാതെ വേറെ ഉത്തരവാദിയില്ല. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട്, നിങ്ങളുടെ ഇഗ്നോറൻസ് കൊണ്ടും അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചെല്ലാം കിട്ടി. എൻ്റെ ലൈഫിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നല്ലതും ചീത്തയും എല്ലാത്തിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്.